അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പടം. ആ ചേട്ടൻ്റെ വരവ് കണ്ടപ്പോൾ അതും കൂടി നമ്മളെ ചിത്രത്തിൽ ഉൾപ്പെടുത്തുമെന്ന് തോന്നി. പക്ഷേ അപ്പോഴേക്ക് വരച്ച് നിർത്തി. ഇനി അടുത്ത പടത്തിലാവാം. ഇനി നമ്മൾ സ്കെച്ച് ചെയ്യാൻ തുടങ്ങുകയാണ്. നിങ്ങളതിൻ്റെ ഒറിജിനൽ കണ്ടല്ലോ. അതിൻ്റെ ഒറിജിനൽ ഞാനിവിടെ താഴെ ചേർക്കാം. ഇങ്ങനെ നിങ്ങൾ സ്കെച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പിടിച്ച് സ്കെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ശീലിച്ചാൽ നമുക്ക് പല ഉപകാരങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ കയ്യിൻ്റെ മുഴുവൻ ഭാഗവും മൂവ് ചെയ്യുന്നത് തന്നെ സ്കെച്ചിങ് നല്ല വ്യത്യാസം വരും. പിന്നെ വലിയ ചിത്രങ്ങൾ വരയ്ക്കാൻ സൗകര്യമാണ്. അങ്ങനെ പല ഗുണങ്ങളുണ്ട്. അപ്പോൾ സ്കെച്ച് ചെയ്യുമ്പോൾ സാധാരണ പോലെ അല്ലാതെ പിടിച്ച് സ്കെച്ച് ചെയ്യാം. പിന്നെ ഡീറ്റെയിൽ ആക്കുന്ന ഭാഗങ്ങൾ നമുക്ക് ഇതുപോലെ തന്നെ സ്കെച്ച് ചെയ്യണം. സാധാരണ നമ്മൾ പെൻസിൽ പിടിക്കുന്ന പോലെ തന്നെ പിടിച്ച് സ്കെച്ച് ചെയ്യാം. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. വലിയ വലിയ ചിത്രങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ബ്രഷ് പിടിക്കുന്നതും പെൻസിൽ പിടിക്കുന്നതും ഒക്കെ വ്യത്യാസപ്പെടുത്തണം. അപ്പോഴേ നമുക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റൂ. വളരെ നേരത്തെ ഇറങ്ങി, ഒട്ടും ലൈറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ കുറച്ച് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടുണ്ട്. സ്കെച്ചിങ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സാരമില്ല, ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡാർക്ക് ആവുന്ന സമയത്ത് നിങ്ങൾക്കത് കാണാൻ പറ്റും. ഔട്ട്ഡോർ നമ്മൾ വരയ്ക്കാൻ പോകുമ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം ഈ നമ്മൾ കാണുന്ന 180 ഡിഗ്രിയുള്ള ആ ഒരു അത്രയും ഭാഗത്തിനെ ചുരുക്കി ഏത് ഫ്രെയിം വേണമെന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം തന്നെ ഈ ഒരു ചിത്രം ഇതിനു മുമ്പ് വരച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്കറിയാം എന്തൊക്കെ വേണമെന്ന്. തുടക്കക്കാരായവർക്ക് പോകുമ്പോൾ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് ഉൾപ്പെടുത്തണോ, ഇത് ഉൾപ്പെടുത്തണോ, അപ്പുറത്തുള്ളത് വേണോ, ഇപ്പുറത്തുള്ളത് വേണോ, അങ്ങനെ കുറേ ചിന്തകളുണ്ടാവും. പലപ്പോഴും ഈ 180 ഡിഗ്രിയിലുള്ള ഒബ്ജക്റ്റുകൾ പലപ്പോഴും നമ്മളുടെ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്രെയിമിൻ്റെ ആ സൈഡിലേക്ക്, അതായത് നമ്മൾ ആ ഒരു ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടി വരും. പലതും ഒഴിവാക്കേണ്ടി വരും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ വരയ്ക്കാൻ തുടങ്ങിയത് തന്നെ ഒരു തോടിൻ്റെ വക്കത്ത് നിന്നാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ആ ഒരു വീട് കാണുന്നത്. മോർണിംഗ് സ്കൈ ബ്ലൂ ഡാർക്കാക്കാൻ കാരണം കുറച്ചൊന്ന് മൂടി എഫക്റ്റാണ്. മൂടിയെന്ന് പറഞ്ഞാൽ മഴക്കാർ മൂടി നിൽക്കുന്നുണ്ട്. മോളടുത്ത് തന്നെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതിൽ. അവളിങ്ങനെ വീഡിയോ എടുക്കുക, വികൃതി കാണിക്കുക, സംസാരിക്കുക, ഇതൊക്കെയാണ് അവളുടെ പണി. പിന്നെ നമ്മൾ ഭാവന അപ്പുറത്തിരുന്ന് വരയ്ക്കുന്നുണ്ട്. ഇത്തവണ അവളെ കാണിക്കണമെന്നില്ല ഞാൻ. അവൾ കുറച്ച് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൈ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, കുറച്ച് ഭാഗത്ത് ബ്ലൂ ആണ് ഉപയോഗിച്ചെങ്കിൽ പിന്നെ കുറച്ച് ബ്രൗണൊക്കെ ചേർത്ത് ഗ്രേ കൂടി ഉപയോഗിക്കുന്നുണ്ട്. മരത്തിൻ്റെ ഭാഗം നമുക്കൊരു പുളിമരമാണ് വരയ്ക്കേണ്ടത്. പക്ഷേ പുളിമരം പോലെ നമുക്ക് വരയ്ക്കാൻ പറ്റില്ലെങ്കിലും ബേസിക്കായിട്ട് ലെയർ ഇട്ട് തുടങ്ങാം. ഇപ്പോൾ വരയ്ക്കുന്നത് ബാക്ക്ഗ്രൗണ്ടാണ്. ആദ്യം വരച്ചത് അവിടെയുള്ള പുളിമരത്തിൻ്റെ കുറച്ച് ഇലകൾ വരുന്ന ഭാഗമായിരുന്നു. വെറ്റോൺ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തു തുടങ്ങിയത്. ആ ഭാഗത്ത് ഇനി നമുക്ക് ഗ്രീൻ ചെയ്യാനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പാലറ്റ് കാണുകൊണ്ട് തന്നെ, വെള്ളം കാണുകൊണ്ട് തന്നെ എവിടെയൊക്കെ എപ്പോഴൊക്കെ വെള്ളം എടുക്കണമെന്നൊക്കെ മനസ്സിലാവും. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു തോന്നുന്നു. നിങ്ങൾക്കത് ഒരു റിയൽ സ്പീഡിൽ കാണണമെങ്കിൽ ഈ യൂട്യൂബിൻ്റെ സെറ്റിങ്സിൽ സ്പീഡ് കുറയ്ക്കാനുള്ള സംവിധാനമുണ്ട്. അറിയില്ലേ? വീഡിയോയുടെ താഴെ ഉണ്ടാവും. അതിലൊന്ന് സ്പീഡ് കുറച്ച് നിങ്ങൾക്ക് റിയൽ ടൈമിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. പഠിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ല, സമയമില്ലാത്തവർക്ക് ഇങ്ങനെ കണ്ട് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ വരച്ച് അവസാനിപ്പിച്ച ഈ ചെടിയുടെ താഴെ ഒരു പച്ച ഷീറ്റ് കെട്ടിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഷീറ്റ് അല്ല, വല പോലുള്ള ഷീറ്റ് അത്. അപ്പോൾ നമുക്ക് പിന്നെ വരയ്ക്കാം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചുകൂടി നമുക്ക് വെറ്റായി താഴത്തേക്ക് എത്തിക്കൊണ്ടുവരികയാണ്. അവിടെ വെളിച്ചം വീടുണ്ടെന്ന് കാണിക്കാനാണ് ആ ഇലയുടെ വക്കത്ത് കുറച്ചൊരു ഹൈലൈറ്റ് ഇട്ടത്. അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഭാഗമാണ്. എൻ്റെ ചിത്രത്തിൽ പലപ്പോഴും ഈ പേപ്പർ വൈറ്റ് വിട്ടു പോകുന്നൊരു ശീലമുണ്ട്. അങ്ങനെ ചെയ്യുന്ന നല്ല ബുദ്ധിമുട്ടാണ് എല്ലാവരും പറയലുണ്ട്. പക്ഷേ എനിക്കത് അത്ര ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. പലപ്പോഴും ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ ഒരു റിസൾട്ട് വേറെയാണ്. അങ്ങനെ ചെയ്തു നോക്കുക. പലപ്പോഴും ഹൈലൈറ്റ് ഇട്ട് ചെയ്യാൻ നോക്കുക. പിന്നീട് വൈറ്റ് ടച്ച് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ ഭാഗത്തും വൈറ്റ് ടച്ച് ചെയ്യുന്നതിനേക്കാൾ നല്ല ഇതാണ്. ഇവിടെ ആ നിലത്ത് ചളി പിടിച്ച, അതായത് മഴ പെയ്ത് നനഞ്ഞ ഒരു ഭാഗമാണ്. നല്ല റെഡ് കളറുള്ള മണ്ണാണ്, അതാണ് ചേർക്കുന്നത്. ബേൺസീനിയും റെഡും മിക്സ് ചെയ്ത് ചേർക്കുന്നത്. മുഴുവൻ അങ്ങനെയല്ല, കുറച്ച് ഗ്രീനൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട്. ആ തോട്ടിലുള്ള ആ ചെടിയാണ് അപ്പോൾ ഡാർക്കായിട്ട് വരച്ചത്. അവിടെ ഇനി നമുക്ക് ചെടി വരയ്ക്കണം ഈ ലെയർ ഉണങ്ങിയതിന് ശേഷം. പെട്ടെന്ന് നിങ്ങൾക്ക് കളർ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാവധാനം മിക്സ് ചെയ്ത് ശീലിക്കാം. അതായത് വാട്ടർ കളറിൽ ഒരു പ്രത്യേക സ്പീഡ് വേണമെന്നറിയാലോ. അപ്പോൾ ആ സ്പീഡ് കീപ്പ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും പറ്റില്ല. തുടക്കത്തിൽ പതുക്കെ നമ്മൾ ആ സ്പീഡിലേക്ക് എത്തും. അതായത് ഒരു കളർ മിക്സ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് അടുത്ത കളറിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങണം. ആ ഒരു ഫ്ലോ കിട്ടിയാലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അത് ചെയ്യാൻ നമ്മൾ റെഗുലർ പ്രാക്ടീസ് കൊണ്ടേ പറ്റൂ. അപ്പോൾ ആ റെഗുലർ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു പെയിൻറ്റിങ് ചെയ്ത് തീർക്കാനും ഒട്ടും പേടിയില്ലാതെ ഇതുപോലെ കളർ എടുത്ത് ഉപയോഗിക്കാനും പറ്റും. ഇവിടെ ആദ്യം ഞാൻ അവിടെ ഹൈലൈറ്റ് വിട്ടു, അവിടെ നനച്ച് കുറച്ച് ബ്ലൂ ചേർത്തു. അതിനുശേഷം ബേൺസീന ബ്ലൂ ചേർത്തിട്ട് ഡാർക്ക് കളറായിട്ട് ആ റോഡിൻ്റെ ഭാഗമാണ് ചേർക്കുന്നത്. വളരെ റഫായാണ് ചേർക്കുന്നത്. ഇത് ചൈനീസ് കാലിഗ്രാഫി ബ്രഷാണ്. അത് കേടുവരുന്ന ബ്രഷാണ്. നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കാം. അതിന് ഞാൻ ഒന്ന് മാനേജ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിനെ കുറച്ച് ഗ്ലൂ ഒക്കെ വെച്ച് ഒട്ടിച്ച് കറക്റ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നല്ല ബ്രഷാണ്, നന്നായി വെള്ളം ഹോൾഡ് ചെയ്യും. അവിടെ കുറച്ചുകൂടി ഹൈലൈറ്റ് വേണമെന്നുള്ളതുകൊണ്ട് തന്നെ നനച്ചിട്ട് അവിടെ നിന്ന് കളർ പിക്ക് ചെയ്തെടുത്തു. ഇപ്പോൾ ഈ വരയ്ക്കുന്ന റോഡിൻ്റെ മുകളിൽ ഇനി നമ്മൾ ഒരു തവണ കൂടി ലൈറ്റ് കൊണ്ടുവരും. അതായത് ലൈറ്റ് വരയ്ക്കുകയല്ല ചെയ്യുന്നത്, ഷാഡോ വരയ്ക്കുമ്പോൾ അവിടെ ലൈറ്റ് ഫീൽ ആവും.
അവിടെ നിൽക്കുന്ന കുറച്ച് പുല്ലും ചെടികളൊക്കെ ആ ലെയറിൽ തന്നെ ചേർത്തു. ഇത് ഫസ്റ്റ് ലെയറിൽ നമ്മളൊരു പ്ലെയിൻ വാഷ് ഇട്ട് പോകാനുണ്ടോ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഹൈലൈറ്റിൻ്റെ ഭാഗങ്ങളാണ്. അത് ശ്രദ്ധിച്ച് ചെയ്താൽ തന്നെ നമുക്ക് ബാക്കിയുള്ള പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെ ലെയറിൽ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ലെയറിൽ ഹൈലൈറ്റാണ് ശ്രദ്ധിക്കേണ്ടത്. അത് സെക്കൻഡ് ലെയർ മിസ്സായി പോകാതെ നോക്കണം. അതായത് ഫസ്റ്റ് ലെയർ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ലെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഹൈലൈറ്റ് മിസ്സായി പോയാൽ കഴിഞ്ഞു. തേർഡ് ലെയറും അത് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് അവസാനം വരെ ഹൈലൈറ്റ് എവിടെയെന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ബാക്കിയുള്ള കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടായി നമുക്ക് മാറ്റാം, പക്ഷേ ഹൈലൈറ്റ് മാറ്റാൻ പറ്റില്ല. ഹൈലൈറ്റ് പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. എപ്പോഴും ലൈറ്റ് കളറിന് ചെയ്യാൻ കാരണം അതാണ്. ലൈറ്റ് കളറാണെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ഒപ്പിടുത്ത് ഹൈലൈറ്റായി ഫീൽ ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ വീടിൻ്റെ മുകളിൽ, അതായത് വീടിൻ്റെ മുകളിലേക്ക് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നതും അതിൻ്റെ പിന്നിലേക്കുള്ള മരങ്ങളും രണ്ട് തരത്തിലാണ് വരച്ചത്. പിന്നിലേക്ക് എത്തുമ്പോൾ കുറച്ച് ബ്ലൂ ചേർത്ത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ബ്ലൂ ഇടുമ്പോൾ നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഗ്രീൻ ബ്ലൂ കളേഴ്സാണ്. വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടാണ് ബോൾഡ് സ്ട്രോക്കുകളിട്ട് ചെയ്യണത്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഒരു പുറത്തൊരു വീടുണ്ട്, അതിനെയാണ് ആ ചെയ്യുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യുന്നില്ല. സട്ടിലായിട്ടൊരു കളറിട്ടു, ഒരു ഗ്രേ പോലത്തെ കളറിട്ട് ചെയ്തു. അവിടെയുള്ള ചെടികളൊക്കെ വളരെ സിമ്പിളായി ചെയ്യണം. അവിടെ ഒരു നമ്മളുടെ ടാങ്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ, വാട്ടർ ടാങ്ക് ഇരിക്കുന്നുണ്ട്. അതിനെയൊക്കെ നമുക്ക് അടുത്ത ലെയറിൽ വരയ്ക്കാം. അപ്പോൾ ഏറ്റവും ലൈറ്റായിട്ടുള്ള കളറാണ് നമ്മളിങ്ങനെ വെച്ച് വരുന്നത്. ഇത് എപ്പോഴും നിങ്ങൾ വാട്ടർ കളർ ശ്രദ്ധിക്കണം. വാട്ടർ കളറിൻ്റെ ബേസിക് തിയറി അതാണ്, ലൈറ്റിൽ തുടങ്ങുക എന്നുള്ളത്. ഇപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ആദ്യം പെയിൻറ്റ് ചെയ്തിരുന്നല്ലോ, ആ ഭാഗം നന്നായി ഉണങ്ങിയിട്ടില്ല. അവിടെ തന്നെ നമ്മൾ പിന്നെയും കളർ വെക്കുകയാണ്, അത് ഡാർക്ക് കളർ. അത് എത്ര ഉണങ്ങിയിട്ട് വെക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ ഒരു കാരണമുണ്ട്. നമ്മൾ നല്ലോണം ഉണങ്ങിയിട്ടാണ് വെക്കണമെങ്കിൽ ആ എഡ്ജൊക്കെ ബ്ലറായി നിൽക്കാതെ ഷാർപ്പാകും. അപ്പോൾ ദൂരം തോന്നില്ല. അവിടെ പൂളത്തോട്ടാണ്, കപ്പത്തോട്ടം. അതിനെയാണ് ഈ വരച്ചത്. അവിടെ നമുക്ക് നേരെ നോക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ടാണ് കാണാൻ പറ്റുക. ആ സമയത്ത് അതുപോലെ തന്നെ നമ്മൾ വരയ്ക്കാൻ നിന്നാണല്ലോ, ചിത്രം ഒരറ്റത്തേക്ക് എത്തില്ല. എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണും. നമ്മൾ ഏതിനെ ബ്ലറാക്കണം, ഏതിനെ മിനിമൈസ് ചെയ്യണം, ഏതിനെ കുറയ്ക്കണം, ഏതിനെ കൂട്ടണം എന്നുള്ള തീരുമാനം എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ പരിശീലിക്കണം. ഏറ്റവും പുറകിൽ വരയ്ക്കണ ആ ഒരു 2-3 ലൈനുകൾ തെങ്ങുകളാണ്. അവിടെ അത്രയും ഷാർപ്പായിട്ട് അത് വേണ്ട എന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആ കളർ ഉപയോഗിച്ച് തന്നെ ദൂരത്തുള്ള കുറച്ച് മരങ്ങളെയും വരയ്ക്കുന്നുണ്ട്. അവിടെ ചെടികളും മരങ്ങളൊക്കെ ദൂരെ നിൽക്കാൻ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുമെങ്കിലും പെയിൻറ്റ് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ ആ ഒരു ഇത് ഒഴിവാക്കണം എന്നുള്ളതാണ്. ഇതൊരു സിമ്പിൾ പെയിൻറ്റിംഗ് ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പക്ഷേ ഈ വെറ്റ് ഓൺ വെറ്റ് ഡിസ്റ്റൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫോക്കസ്ഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പരമാവധി ഈ സ്പേസിലുള്ള ഭാഗങ്ങൾ മിനിമൈസ് ചെയ്ത് ഇല്ലാതാക്കിയിട്ടാണ് ഈ ഒരു പെയിൻറ്റിങ് ചെയ്യുന്നത്. ഡീറ്റെയിൽ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒറ്റ ലെയറാണ് ഞങ്ങളുടെ ആ ഒരു ചുമരിൻ്റെ ഭാഗം വാഷ് ചെയ്തത്, കണ്ടോ. ഇനി അതിൽ പിന്നെ നമ്മൾ ഒറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു വെറ്റ് ഓൺ വെറ്റ് മെത്തേഡാണ്. അതായത് ഗ്രേ കളർ അവിടെ ചളി പിടിച്ചത് അതൊക്കെ പിന്നത്തെ ഒരു ലെയറായിട്ട് ഒറ്റിക്കുമ്പോൾ ആ കളർ ഒറ്റിച്ച് വിടുമ്പോൾ അതിങ്ങനെ ബ്ലറായി നിൽക്കും. അടുത്ത ലെയർ ഇനി നമുക്കൊരു ലെയർ കൊണ്ട് ചെയ്യാണ്ട് പരിക്കനായിട്ടുള്ള റഫായിട്ടുള്ള ചുമരൊക്കെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറിൽ തന്നെ ഒറ്റ കളർ ഇട്ടിട്ട് പിന്നെ വെറ്റ് ഓൺ വെറ്റ് ചെയ്തത്. പിന്നെ ആ ഒരു മരത്തിൻ്റെ ഇടയിലുള്ള കുറച്ച് പച്ചപ്പ്, അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന കുറച്ച് പിന്നെ ഷീറ്റ്, അതാണ് ഷീറ്റാണ് വരയ്ക്കുന്നത്. ബ്ലൂയും ഗ്രീനും മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് ലെമണെല്ലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ബോൾഡ് സ്ട്രോക്കുകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഒരിക്കലും ചെറിയതായിട്ട് കുനുകുന്നേ വരച്ചുണ്ടാക്കില്ല. ലൈറ്റ് നോക്കിയിട്ട് ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവിടെ കണ്ടോ, ആ വാഴയൊക്കെ വരച്ചാൽ അവിടുന്ന് ആദ്യം നമ്മൾ വരച്ചില്ലേ ആ ചെടികളൊക്കെ, അവിടുന്നാണ് വെളിച്ചം വരുന്നത്. അപ്പോൾ അവിടെ ലൈറ്റും ഇങ്ങനെ സൈഡിലേക്ക് ഡാർക്കായിട്ട് വരച്ചു. ഈ സമയത്ത് തന്നെ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യണമെന്നൊക്കെയാണ് എനിക്ക് ആഗ്രഹം, അത് വരയ്ക്കുന്ന സമയത്ത് തന്നെ. പക്ഷേ മോളും ഭാവനയൊക്കെ ഉണ്ടാവുകൊണ്ട് അവരോടൊക്കെ സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ വരയ്ക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് റിയൽ ടൈം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നതാണ്, ആ ഒരു മതിൽ ഏത് കളറിൽ വരയ്ക്കണം. ശരിക്കും അവിടെ ഗ്രേ കളറാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് ബ്രൗൺ ഇട്ടാൽ അപ്പുറത്തുള്ള മതിലും ബ്രൗൺ തന്നെയാണ്. ഇങ്ങനത്തെ കൺഫ്യൂഷൻസൊക്കെ ലൈവിൽ വരും. ആ ലൈവിൽ വരണം, അപ്പോഴേ നമ്മൾ ശരിയാവും. ഇപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ബ്രൗൺ ഇട്ട ശേഷം ആ ഒരു ഗ്രേ ആയിക്ക് കണക്ട് ചെയ്ത് വരച്ചു. അപ്പോൾ ബ്രൗൺ കുറച്ച് വരും, താഴേക്ക് ഇറങ്ങി വരും. ഇപ്പോഴാണ് നമ്മൾ ആ ഒരു ആദ്യം വരച്ച പുല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ പുല്ലായിട്ട് നമുക്ക് ഫീൽ ആവുന്നത്. ആദ്യം നമ്മൾ വെറുതെ ലെയർ ഇട്ട് പോയതായിരുന്നു ലെവണല്ലോ. ഇപ്പോൾ നമ്മളവിടെ എഡ്ജൊക്കെ പുല്ലിൻ്റെ പോലെ ആക്കി നിർത്തിയിട്ട് എന്നാൽ ഡീറ്റെയിൽ ആക്കണമില്ല. ഇനി ആ റൂഫാണ് വരയ്ക്കേണ്ടത്. റൂഫ് നല്ല ഓറഞ്ച് കളറാണ് ഉപയോഗിക്കുന്നത്. ഓറഞ്ച് ഡയറക്റ്റ് അല്ല, റെഡും എല്ലാം മിക്സ് ചെയ്തിട്ട് കുറച്ചൊന്ന് ഗ്രേ ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും പ്യുവർ കളർ ഉപയോഗിക്കുന്ന രീതി ഉണ്ടായിരുന്നു എനിക്ക് ഡയറക്റ്റ്. പക്ഷേ ഇപ്പോൾ അത് കുറച്ചിട്ടുണ്ട്. എപ്പോഴും 2-3 കളർ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാറുള്ളൂ. ഇനിയും അത് കൂട്ടി കൊണ്ടുവന്ന ഇൻ്റർനാഷണൽ ക്വാളിറ്റി ആർട്ടിസ്റ്റിൻ്റെയൊക്കെ കളേഴ്സൊക്കെ ആ തരത്തിലുള്ളതാവും. അതായത് കുറച്ചൊന്ന് ന്യൂട്രൽ ടോൺസാണ് ഉപയോഗിക്കുക. ഇവിടെ ഒരു കക്കൂസോ എന്തോ ആണ്, അതവിടെ ഒരു ഷെഡ് ഉണ്ട്, അതിനെയും അതേ കളറിനെ ഉപയോഗിക്കണം. ഓറഞ്ച് ചുമരാണ് അതിനുള്ളത്. നല്ല ബ്രൈറ്റ് ഓറഞ്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ അതിൻ്റെ സൈഡിൽ നിന്നാണ് ആ ഒരു മരം ഇങ്ങനെ വലുതായി പോകുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ വാട്ടർ ടാങ്ക് അവിടെ ഇരിക്കേണ്ട ചെടികൾ അതിൻ്റെ താഴെ നിൽക്കേണ്ടത് എവിടെ ഇരിക്കേണ്ടത് നമുക്ക് കാണാൻ പറ്റില്ല. ഒരു ബേസിക് ഷേപ്പ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ഒറ്റ ഫ്ലാറ്റ് ലെയറായിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ഷേപ്പ്, അതായത് ഒരു ഒറ്റ ഷേപ്പിൽ അവസാനിപ്പിക്കുകയാണ്. ആ ചെടികളെയൊക്കെ അവിടെ നെഗറ്റീവ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ചറിയാം കേട്ടോ. ഇനി അവിടുന്ന് ഒരു ഡ്രൈ ബ്രഷ് എടുത്തിട്ട്, അവിടുന്ന് ഒരു ഡ്രൈ ബ്രഷ് തന്നെ വെള്ളം നന്നായിട്ട് തുടച്ചെടുത്തിട്ട് അവിടുന്ന് കുറച്ച് കളർ പിക്ക് ചെയ്തെടുക്കുക ചെയ്തത്.
അപ്പോൾ അവിടെ ഒരു ലൈറ്റ് വന്നു അതിൻ്റെ മുകളിൽ. അപ്പോൾ അത് കുറച്ച് ഉരുണ്ടതായിട്ടൊരു ഫീൽ ഉണ്ടായി. ഇതൊക്കെ ചെറിയ ചെറിയ ടിക്കാണ് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാൻ പറ്റുന്നതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ആദ്യം നമ്മൾ കുറച്ച് ബ്ലൂ ഇട്ടിരുന്നല്ലോ, ബ്ലൂ ഗ്രീൻ അവിടെ നമ്മൾ പിന്നിട്ടു. മോള് വന്നിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഉണ്ട് കേട്ടോ. അവൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, അവൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഓരോന്ന് കാട്ടിക്കൂട്ടും, പിന്നെ വരയ്ക്കാൻ സമ്മതിക്കാതെ. അങ്ങനെയാണ് അവളെ കൊണ്ടുപോയി അവളെയും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രം വരയ്ക്കുന്നതിന് പലപ്പോഴും ശ്രദ്ധ തെറ്റിപ്പോലുണ്ട്. ഒറ്റയ്ക്കാണെങ്കിൽ നന്നായിട്ട് ഇരുന്ന് വരച്ചു എന്ന് എനിക്ക് തോന്നലുണ്ട്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് കൊണ്ട് ഇവിടെ ചെയ്യുമ്പോൾ ആ ഒരു ചെറിയ ചെറിയ ഡോട്ടുകളിട്ടാണ് ചെയ്യുന്നത്. അപ്പുറത്തുള്ളതൊക്കെ കുറച്ച് ആ ബ്ലൂ അപ്പുറത്ത് കൂടെ കാണുന്നത് പോലെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മളുടെ ആ പുളിമരം പോലത്തെ മരം മുന്നോട്ട് വരിക. ഇനി ആ പുളിമരത്തിൻ്റെ അതിൽ അതേ കളർ, അതായത് സാബ് ഗ്രീനിൻ്റെ ഒരു ടോൺ എടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. പുളിമരം നമുക്ക് ഇതുപോലെ ഡോട്ടിട്ട് വരച്ചുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം അതിൻ്റെ പോലെ തന്നെ ഫീലാക്കണ ഒരു സംഭവം ഉണ്ടാക്കി തീർക്കുക മാത്രമേ ചെയ്യണത്. ദൂരത്തുള്ള കുറച്ച് ബ്ലറാക്കാൻ വേണ്ടി അവിടെ വെള്ളം നനച്ചിട്ടാണ് കളർ വയ്ക്കുന്നത്. നേപ്പിൾസ് എല്ലാം ഒക്കെ എടുത്തിട്ട് ആ ഒരു ചുമരിൽ നേപ്പിൾസ് എല്ലാം ചേർക്കുന്നത്. അവിടെ നമുക്ക് നിഴലൊക്കെ ഇനി വരയ്ക്കാനുണ്ട്. ഇതിപ്പോൾ ബേസിക്കായിട്ടുള്ള ലെയർ ചേർക്കുകയാണ്. അതിൻ്റെ ഓറഞ്ച് പോലത്തെ ഒരു കളറാണ്, ഒരു ഇതാണ്. ഇതിപ്പോൾ ഉണങ്ങുമ്പോഴേക്ക് ഈ കളർ ഒന്നുകൂടി ലൈറ്റായി പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അവിടെ കണ്ടോ കുറച്ച് ഡാർക്ക് ചേർത്തത്, ഒരു ഗ്രേ ഷെയ്ഡാണ് ചേർത്തത്. അതേ കളറിൽ തന്നെ കുറച്ച് ബ്ലൂ മിക്സ് ചെയ്തിട്ടാണ് ചേർത്തത്. അത് നമ്മളുടെ പിൻഭാഗമാണ് ആ വീടിൻ്റെ. അവിടേക്ക് വെളിച്ചം വരില്ല, അവിടെ ഷാഡോ കളറാണ്. എന്നാൽ ആ യെല്ലോ കളർ നമുക്ക് ഫീൽ ആവുകയാണ്. അതുകൊണ്ട് തന്നെ ആ യെല്ലോ കളറിൽ കുറച്ചൊരു ഗ്രേ ചേർത്ത് മിക്സ് ചെയ്തു. മരത്തിൻ്റെ ഭാഗം തടി നല്ല ഡാർക്കായിട്ടാണ് ചെയ്തത്. ഇനി നമുക്ക് ലൈറ്റൊക്കെ വേണമെങ്കിൽ വെക്കാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. അവിടെ പല ഭാഗങ്ങളും നനഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ കൊമ്പൊക്കെ വരയ്ക്കുമ്പോൾ പരന്നുകൊണ്ട് ഇങ്ങനെ പേടിച്ച് നിങ്ങൾ ചെയ്യാതിരിക്കുന്ന നനവൊക്കെ ഉണ്ടാവും. കുറച്ച് അങ്ങോട്ട് വരക്കും, കുറച്ച് ഇങ്ങോട്ട് വരക്കും. ഇതൊക്കെ വാട്ടർ കളറിൻ്റെ ഒരു രസമാണ്. അത് ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫോട്ടോ പോലെ വരയ്ക്കണം എന്നൊക്കെ കരുതുന്നെങ്കിൽ നമുക്ക് വാട്ടർ കളർ അത്ര എളുപ്പം വഴങ്ങില്ല. കുറേയൊക്കെ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. പെർഫെക്ഷനിസ്റ്റ് ആൾക്ക് വാട്ടർ കളർ ചെയ്യാൻ അത്ര എളുപ്പമാവില്ല. ഓക്കെ, അത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോൾ കുറച്ച് അബ്സ്ട്രാക്റ്റായി തന്നെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വാട്ടർ കളർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് പുളിമരം പോലെ തന്നെ വരയ്ക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് പുളിമരം ഒന്നും വരയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ വരയ്ക്കുന്നത് ആ മരത്തിൻ്റെ മുകളിലേക്ക് കയറി നിൽക്കുന്ന കുറച്ച് ചെടികളൊക്കെയാണ് കേട്ടോ. അതായത് ആ ഒരു ലെമണല്ലോയും സാബ് ഗ്രീനൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ ചെയ്യണം. മരത്തിൻ്റെ മുകളിലേക്ക് കുറച്ച് കയറി നിൽക്കേണ്ടതെന്ന് ജസ്റ്റ് ഒരു തോന്നിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. വാഴയുടെ ഭാഗത്ത് ശ്രദ്ധിച്ചറിയാം, ഒറ്റ ലെയർ എടുത്തിട്ട് ജസ്റ്റ് ഒരു അടയാളപ്പെടുത്തലില്ല, സെക്കൻഡ് ലെയർ. പിന്നെ ഈ മൂന്നാമത്തെ ലെയർ കൂടുതൽ ചെയ്ത് തന്നെ ഇതാക്കരുത്. ഒറ്റ ലെയറിൽ തന്നെ നമുക്ക് 1-2 ലെയറിൽ അവസാനിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. അതിൻ്റെ അവിടേക്ക് എത്തില്ല. വാട്ടർ കളറിൽ നമ്മൾ പരീക്ഷിക്കാനുള്ള സമയം കണ്ടെത്തണം. നമ്മളെപ്പോഴും ഒരു ഔട്ട്ഡോർ പോയി ചെയ്യുന്ന സമയത്ത് അത് വലിയൊരു പെയിൻറ്റിങ് ചെയ്ത് അവസാനിപ്പിക്കുന്നതിൽ കൂടുതൽ അതൊരു വാട്ടർ കളർ പരീക്ഷണമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും ഓരോ പെയിൻറ്റിങ്ങും ഓരോ തരത്തിലാണല്ലോ ചെയ്യേണ്ടത്. ഫോട്ടോ റെഫറൻസ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും അങ്ങനെ വേണ്ടി വരില്ല. നല്ല ഫോട്ടോ സെലക്ട് ചെയ്യാൻ പറ്റും, നല്ല ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ പറ്റും, നല്ല ലൈറ്റിംഗ് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഔട്ട്ഡോർ പോയി നിൽക്കുമ്പോൾ നമുക്കത് പറ്റില്ല. പല സമയത്തും പല രീതിയിലാണ് നമ്മളെ കാലാവസ്ഥ. ഞാൻ വന്നപ്പോൾ മഴക്കാർ കുറച്ച് മൂടി തന്നു, ഇപ്പോൾ കുറച്ച് വെളിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചൊക്കെ നമുക്ക് പെയിൻറ്റിങ് മാറ്റാൻ പറ്റുമോ? ഇല്ല, നമ്മൾ ഫോട്ടോഗ്രാഫി അല്ലല്ലോ ചെയ്യണേ. അപ്പോൾ നമ്മൾ ആദ്യം വന്ന് കണ്ടതിൽ നമുക്ക് ഒരു രീതി നമ്മൾ മനസ്സിൽ ഫിക്സ് ചെയ്യും, ആ രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മൾ ചെയ്യാറ് പലപ്പോഴും. അല്ലാതെ എപ്പോഴും മാറ്റി കളിക്കാൻ നമുക്ക് വാട്ടർ കളർ ഒട്ടും പറ്റില്ല. നെക്കലിലേക്ക് പിന്നെയും കുറച്ചുകൂടിയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ ഇതിൽ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്റ്റൈൽ കണ്ടുപിടിക്കണം. ആ സ്റ്റൈലിൽ അത് എവിടെയൊക്കെ ലൈറ്റ് വരുന്ന ഒരു പ്ലാൻ ഉണ്ടാവണം മനസ്സിൽ. അതൊക്കെ തംബ്നെയിൽ ഡ്രോയിങ് ചെയ്തിട്ട് ശീലിക്കുകയാണെങ്കിൽ വളരെ നല്ല കേട്ടോ. തംബ്നെയിൽ ഡ്രോയിങ് ഇതിന് വളരെ ഉപകാരപ്പെടും. പലപ്പോഴും വീട്ടിലിരുന്ന് ചെയ്യുന്ന സമയത്ത് തംബ്നെയിൽ ഡ്രോയിങ് ചെയ്യലുണ്ടെങ്കിലും ഔട്ട്ഡോർ പോകുമ്പോൾ ചെയ്യില്ല. ഔട്ട്ഡോർ പോകുമ്പോൾ വല്ലാത്തൊരു ധൃതിയാണ്. എപ്പോഴും പെട്ടെന്ന് കഴിച്ച് വീട്ടിൽ വരണം, ആൾക്കാരുടെ നോക്കുക, ഇരിക്കുക, പേടിക്കുക, സംസാരിക്കുക, ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണമല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ എസ്കേപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് നോക്കല്. ഒറ്റയ്ക്ക് പോയിരുന്നാൽ പോലും അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് ഉണ്ടാവാറുണ്ട്. എന്താണെന്ന് അറിയില്ല, എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ തുടക്കക്കാരനായതുകൊണ്ടാവും ചിലപ്പോൾ. ഔട്ട്ഡോർ ഇപ്പോൾ കുറച്ചല്ലേ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ എനിക്കതൊക്കെ മാറിയിട്ടില്ലാണ്. ആൾക്കാരോട് സംസാരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ പുറത്ത് പോയിരിക്കണമൊക്കെ സംസാരിക്കണമൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഔട്ട്ഡോർ പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ആ റൂഫിൻ്റെ അടിയിൽ ചെറിയൊരു ഡാർക്കും കുറച്ച് ഓടിൻ്റെ വക്കിൻ്റെ ഭാഗം ചേർത്തു. പിന്നെ ആ പിൻഭാഗത്ത് ഒരു ഗ്രേ ഷെയ്ഡും കൂടി ചേർത്തു. ഇപ്പോൾ ശരിക്കും നിങ്ങൾക്ക് 2 സൈഡായിട്ട് തന്നെ കാണാൻ പറ്റും. ഇനി ഷാഡോ ചേർക്കുന്നുണ്ട്. അവിടെ ആദ്യം ഡാർക്ക് ചേർത്തില്ല, ആ കളറിൻ്റെ ലൈറ്റ് ടോൺ, അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ചേർക്കുന്നത്. ചെരിഞ്ഞ ഒരു ആംഗിൾ ചേർക്കണം. അപ്പോൾ മരത്തിൻ്റെയൊക്കെ ഇലകളുടെ ഉള്ളിൽ കൂടെ വരുന്ന വെളിച്ചം അതിൻ്റെ മുകളിൽ വീഴുന്ന ഒരു ഫീൽ ഉണ്ടാക്കും. ഫസ്റ്റ് ലെയർ ഒരു ഫ്ലാറ്റ് ലെയർ ആയിരുന്നല്ലോ അത് നിങ്ങൾക്കറിയാലോ. ഓടൊന്നും വളരെ ശ്രദ്ധിക്കണില്ല, ഡീറ്റെയിൽ ആക്കണില്ല. കുറച്ച് ആ ഒരു ഇതെടുത്തൊരു പുള്ളിയും ലൈനുകളിട്ട് അവസാനിപ്പിക്കുകയാണ്. ഈ ഓടിന് തന്നെ നമുക്ക് കുറച്ചുകൂടിയും റെഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അവിടെ കുറച്ചുകൂടി ഗ്രേയും കുറച്ച് ഗ്രീനൊക്കെ വെച്ചാൽ പച്ചപ്പ് പിടിച്ച ഓടൊക്കെ ആക്കാൻ പറ്റും. പല രീതിയിൽ അതിനെ മാറ്റാൻ പറ്റും. ഇതൊരു സിമ്പിൾ പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു പപ്പായ മരം നിൽക്കുന്നുണ്ട്. ഏകദേശം പപ്പായ മരത്തിൻ്റെ ഷേപ്പ് മാത്രമേ ആക്കിയുള്ളൂ, വലിയ ഡീറ്റെയിൽ ആക്കാതെ. ഇവിടെ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ലെയർ ഇട്ടപ്പോൾ അവിടെ ഒരു ലെയർ കൂടി ഡാർക്ക് ഇട്ട് മേലേക്ക് ഡ്രൈ ആക്കി വലിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ചുമരിൻ്റെ മുകളിൽ പിടിച്ച ചളിയും
താഴത്ത് ഇങ്ങനെ ചളി തെറിച്ചതും ഒക്കെ ഫീലാക്കാൻ പറ്റും. ഇപ്പുറത്തെ മതിലിന് ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഉൾഭാഗം കുറച്ച് ഡാർക്ക്. ആ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കില്ല കേട്ടോ. രണ്ടാമത്തെ മതിൽ, നമ്മളടുത്തുള്ള രണ്ടാമത്തെ ഗ്രേ മതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാതെ ആ വീടിൻ്റെ അവിടേക്കുള്ള കാര്യങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുന്നത്. ആ ഷീറ്റ് ഇപ്പോൾ കുറച്ചുകൂടി ലൈറ്റും ഇതൊക്കെ ഫീൽ ആവണം കേട്ടോ. അത് ഉണങ്ങുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഡള്ളാവും കേട്ടോ. ഇനി ഈ ലെയറിലാണ് നമ്മൾ നിഴലുകളൊക്കെ വരയ്ക്കണം. ആ മതിലിൻ്റെ നിഴൽ, അപ്പുറത്ത് നിന്ന് വരുമ്പോൾ ആ റോട്ടിൽ വീണ നിഴലും, ആ പുളിമരത്തിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന നിഴലില്ലേ, എല്ലുകളിൽ കൂടെ വരുന്ന നിഴലൊക്കെ ഇല്ല, അതൊക്കെ ഈ ലെയറിൽ ചെയ്യാം. ഈ ലെയറിൽ നമുക്ക് റിഫ്ലക്ഷൻ ആക്കി മാറ്റാൻ വേണമെങ്കിൽ അവിടെ ഭാഗം പല തരത്തിൽ ഈ ഒരു ലെയറിൽ മാറ്റിയെടുക്കാം. ഫസ്റ്റ് ലെയറിൽ നമ്മൾ ഒന്നൊരു കെയർഫുള്ളായിട്ട് ചെയ്ത ഭാഗമാണിത്, നിഴൽ വരുന്ന ഭാഗം. അതുകൊണ്ട് നീളത്തിലുള്ള നിഴലുകൾ വരയ്ക്കുന്നത്. ഇങ്ങനത്തെ ഈ രാവിലെ സമയത്ത് വരയ്ക്കുന്ന നിഴലുകൾ നീളത്തിലുള്ളതാവും. നമ്മൾ നിന്നിട്ട് നോക്കിയാൽ അറിയാം നമ്മൾ നിഴൽ നീണ്ടു പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ സമയത്ത് വരയ്ക്കുന്ന നിഴലുകൾ ഇതുപോലെ റോട്ടിക്ക് നീണ്ടിട്ട് ആണ് വരയ്ക്കുന്നത്. ഇതിപ്പോൾ ആ പുള്ളിയുടെയും മരത്തിൻ്റെ ഇടയിൽ കൂടെ വരുന്ന ചെറിയ നിഴലുകളാണ് വരയ്ക്കുന്നത് കേട്ടോ. ഇതൊന്നും കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യണമെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. വളരെ ശ്രദ്ധിക്കാതെ റഫായിട്ടൊക്കെ ചെയ്ത് അവസാനിപ്പിക്കാൻ എപ്പോഴും പരിശീലിക്കുക വാട്ടർ കളറിൽ. അതാണ് അതിൻ്റെ ഒരു ചന്തം. ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോ പോലെ വരയ്ക്കുന്നത് രസമുണ്ട്, കാണാൻ രസമുണ്ടാകും. കുറേ പേര് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ പോലും വാട്ടർ കളർ എന്നുള്ളതിൻ്റെ ഒരു അബ്സ്ട്രാക്ട്നെസ്സിൻ്റെ ചന്തം വരുന്നതാണ്. ഇവിടെ നമ്മൾ നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെയുള്ള ചെടികളെ വരച്ച് ചേർത്തു. അപ്പോൾ ആദ്യം വരച്ച ലെയർക്ക് കയറ്റി വരയ്ക്കുന്നുണ്ടോ, അത് ഞാൻ പറഞ്ഞിരുന്നു അവിടെ കുറച്ചുകൂടി ചെടികൾ വരയ്ക്കണമെന്ന്. അവിടെ നമ്മൾ ലൈറ്റ് കളറും ഡാർക്ക് കളറും ഒരേ സമയത്ത് ഉപയോഗിച്ചു. ഇതാണ് നമ്മുടെ ചിത്രം. ചേച്ചി വരണമൊക്കെ ഉണ്ട്. ചേച്ചിക്കോട്ടെ ആഡ് ചെയ്യാമെന്ന് തോന്നി, വണ്ടിക്കാരനെ ആഡ് ചെയ്യാം, ചേച്ചി ആഡ് ചെയ്യാം. പക്ഷേ നമ്മൾ വരച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ പ്ലാൻ ഇട്ടാലേ ചെയ്യാൻ പറ്റും വാട്ടർ കളറിൽ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി നമുക്ക് റിഗർ ബ്രഷ് എടുത്ത് കുറച്ച് കൊമ്പുകളും ചില്ലകളൊക്കെ വരയ്ക്കണം. റിഗർ ബ്രഷ് നിങ്ങളുടെ കയ്യിലുണ്ടാവും, ഇല്ലെങ്കിൽ ഒന്ന് വാങ്ങിക്കോളൂ. ഒരു സെറ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്ക് തരാം, വാങ്ങാനുള്ള ലിങ്ക് തരാം. റിഗർ ബ്രഷ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇങ്ങനത്തെ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത്. ചെറിയ ലൈനുകളൊക്കെ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. തിൻ ലൈനുകൾ ഉപയോഗിക്കാൻ തന്നെ നല്ല രസം ഉണ്ടാകും കാണാൻ, തിക്ക് ലൈൻ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും. അവിടെ ഒരു പോസ്റ്റൊക്കെ വയ്ക്കണ ഞാൻ റെഗുലർ ബ്രഷ് കൊണ്ടല്ല കേട്ടോ, റിഗർ ബ്രഷ് കൊണ്ടല്ല കേട്ടോ, നമ്മൾ സാധാരണ ബ്രഷ് കൊണ്ടാണ്, ആംഗുലർ ബ്രഷ് കൊണ്ടാണ്. റോഡിൽ കുറച്ച് ലൈനുകൾ കിട്ടും, നമ്മൾ ചിത്രം അവസാനിച്ചു. അപ്പോൾ വളരെ സിമ്പിളായിരുന്നു. ഇത് A3 ചിത്രമാണ്, A4 ചിത്രമാണ്. A4ലാണ് വരച്ചത്. ഈ പാഡ് എനിക്ക് ഗിഫ്റ്റ് എന്നത് ഞാൻ പറഞ്ഞ നേരത്തെ ഒരു ചേച്ചിയുടെ വീട്ടിൽ പോയിരുന്നു. ആ ചേച്ചിയാണ്. ആ ചേച്ചി അവരൊരു സ്ഥാപനം തുടങ്ങി അതിൻ്റെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ അതിന് തന്നതാണിത്. അപ്പോൾ നമ്മൾ ചിത്രം കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ ചിത്രം. കണ്ടോ? എന്തൊരു സമാധാനം. ഇനി വീട്ടിൽ പോകാം, അടുത്ത ചിത്രം വരയ്ക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.